സത്യതൗഹീദി ആദർശ പ്രബോധന രംഗത്ത് പുതുപുത്തൻ അധ്യായം തീർത്ത് വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും ജീവിക്കുന്ന സാക്ഷ്യം തീർത്ത് സമാനതകളില്ലാത്ത ഐക്യ സന്ദേശം കൈരളിക്കേകി മുജാഹിദ് ഐക്യമഹാസമ്മേളനം. ബഹുമാന്യരായ അധ്യക്ഷവേദിയിലെ ടി.പി. അബ്ദുൽ മദനി, അതുപോലെ തന്നെ ശ്രീ ഹുസൈൻ മടവൂർ, CPM സംസ്ഥാന സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അവറുകളെ, അധ്യക്ഷവേദിയിലെ പണ്ഡിതന്മാരെ, ബഹുമാന്യരായ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷത്തിൻ്റെയും വലിയ പ്രതീക്ഷയുടെയും ഒരു സംഗമമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. കഴിഞ്ഞ 14 വർഷമായി വേർപിരിഞ്ഞു നിന്നവർ ഇന്ന് ഈ സായം സന്ധ്യയിൽ ഇവിടെ ഒന്നിക്കുകയാണ്. ആ ഒന്നിക്കാനുണ്ടായ കാരണത്തെക്കുറിച്ച് ബഹുമാന്യരായ നേതാക്കൾ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഏതായിരുന്നാലും നമ്മൾക്കറിയാം, ഒരേ ആശയവും ഒരേ ആദർശവും ഒരേ ചിന്തയുമുള്ള ഒരു വലിയ പ്രസ്ഥാനം എന്തിനു വേണ്ടിയായിരുന്നു വേർപിരിഞ്ഞത് എന്ന് ഇപ്പോൾ ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ സാധാരണക്കാരായ നമ്മൾക്ക് ഉത്തരം കിട്ടാൻ പ്രയാസമുണ്ടാകും. പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയി. പക്ഷേ ഈ മഹത്തായ സംഭവം ഡോക്ടർ ഹുസൈൻ മടവൂർ ഇവിടെ സൂചിപ്പിച്ച പോലെ 1400 വർഷത്തെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിൽ നിന്ന് വേർപിരിഞ്ഞ, ആദർശത്തിൻ്റെ പേരിൽ വേർപിരിഞ്ഞവർ പിന്നീട് ഒന്നിച്ചതായി ചരിത്രത്തിൽ കാണുന്നില്ല എന്ന് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. വാസ്തവമായിരിക്കാം. പക്ഷേ ഈ ഒന്നിച്ചു ചേരൽ നമ്മളെ സംബന്ധിച്ച് വലിയ ഒരു പാഠമാണ്. ആ പാഠമാണ് യഥാർത്ഥത്തിൽ ഈ സമ്മേളനത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പ്രധാന കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം 14 വർഷക്കാലത്തെ നീണ്ട പ്രവർത്തനത്തിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രമാത്രം പണം, എത്രമാത്രം സമയം സ്നേഹിച്ചും പരസ്പരം സഹായിച്ചും സഹകരിച്ചും നടന്നവർ എന്തുമാത്രം അകന്നു. അകലാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അടുക്കാനുള്ള സാഹചര്യം ഒരുങ്ങണമെങ്കിൽ ഒരുപാട് പ്രയാസങ്ങളാണ്. ഇന്ന് യോജിപ്പിൻ്റെ കാലമല്ല, വിയോജിപ്പിൻ്റെ കാലമാണ്. വിയോജിപ്പുണ്ടാക്കാൻ മിനിറ്റുകൾ, സെക്കൻഡുകൾ മതി. ഒരു 5 മിനിറ്റ് നേരത്തെ പ്രസംഗത്ത് കൊണ്ട് ഒരു സമൂഹത്തെയോ ഒരു രാജ്യത്തെയോ ഒരു പാർട്ടിയെയോ ഒക്കെ വിഭജിക്കാൻ കഴിയും. പക്ഷേ ആയിരക്കണക്കിന് മണിക്കൂറുകൾ പ്രസംഗിച്ചാൽ അവരെ യോജിപ്പിക്കാൻ കഴിയുമോ എന്ന് പലപ്പോഴും നമുക്ക് സംശയം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് എന്തായിരുന്നാലും ഇങ്ങനെ ഒരു യോജിപ്പ്, ഇത് വളരെ അത്യന്താപേക്ഷിതമായിരുന്നു. എനിക്ക് തോന്നുന്നില്ല ഇതിനാളെ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ 2 വിഭാഗത്തിലെയും പെട്ട നേതാക്കന്മാർക്ക് ഒരു പ്രയാസവും ഉണ്ടായിട്ടുണ്ടാവില്ല. അതിനുവേണ്ടി ഒരു സമയവും ചെലവഴിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. കാരണം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മനസ്സ് ഇത് എന്നോ യോജിക്കണം, ഒത്തൊരുമിച്ച് നീങ്ങണം, ഒരടിസ്ഥാന പ്രശ്നങ്ങളുമില്ലാതെ എന്തിന് നമ്മൾ വേർപിരിഞ്ഞ് മുന്നോട്ട് പോകുന്നു എന്ന തോന്നൽ എത്രയോ ആളുകളുമായി ഈ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ളതാണ്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ സംഭവിച്ചിട്ടുള്ളത്. ആരുടെയും പ്രേരണയില്ലാതെ, ആരുടെയും നിർദ്ദേശങ്ങളില്ലാതെ ഇന്നിവിടെ വന്നു ചേർന്നിരിക്കുന്ന 10,000-കണക്കിന് ആളുകൾ അവരെത്രയോ കാലമായി അവരുടെ മനസ്സിൽ ഈ നൊമ്പരം, ഈ വേദന കൊണ്ടു നടക്കുകയായിരുന്നു. പക്ഷെ ഇന്നതിന് മാറ്റം വരികയാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന നാളുകളിൽ ഇത് ഏറ്റെടുക്കുന്ന ഇതിൻ്റെ നേതാക്കന്മാരെ സംബന്ധിച്ച് ഭാരിച്ച ഉത്തരവാദിത്തമാണുള്ളത്. അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രാദേശിക തലങ്ങളിൽ, ഗ്രാമങ്ങളിലേക്ക്, വീടുകളിലേക്ക് ഒക്കെ വ്യാപിച്ചിരുന്ന കാലമാണ്. ബാപ്പയും മകനും കണ്ടാൽ മിണ്ടാത്ത അവസ്ഥ, ഭർത്താവും ഭാര്യയും ആദർശത്തിൻ്റെ പേരിൽ മിണ്ടാത്ത അവസ്ഥ, അയൽവാസിയും തമ്മിൽ മിണ്ടാത്ത അവസ്ഥകൾ, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെയൊക്കെ ബാക്കി പത്രങ്ങൾ
ഇപ്പോഴും കുറച്ചൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ടാകും. അതെല്ലാം നല്ല രീതിയിൽ പറഞ്ഞു തീർത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നേതൃത്വം തന്നെ വിചാരിക്കണം. വരാനിരിക്കുന്നത് ഏറ്റെടുക്കുന്ന നേതൃത്വം ഇന്ന് TP അബ്ദുള്ളക്കായ മദനിയും അതുപോലെ തന്നെ ഹുസൈൻ മടവൂരുമൊക്കെ ഈ ദൗത്യം ഇതിൻ്റെ പുതിയ തലമുറയെ ഏൽപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ 14 വർഷം മുമ്പ് ഈ വിഭജനം നടക്കുമ്പോൾ ഒരുപക്ഷേ ഹുസൈൻ മടവൂർ ചെറുപ്പക്കാരനാണ്. 14 വർഷങ്ങൾക്ക് മുമ്പുള്ള ഹുസൈൻ മടവൂരല്ല ഈ വേദിയിൽ ഇരിക്കുന്നത്. 14 വർഷങ്ങൾ കൊണ്ടുണ്ടായ ഒരുപാട് മാറ്റങ്ങൾ മനുഷ്യർക്കുണ്ടായിട്ടുണ്ടാവും. പല മാറ്റങ്ങളും വന്നിട്ടുണ്ടാവും ചിന്തകളിൽ, പ്രവർത്തികളിൽ. അപ്പോൾ ഇനി ഇത് ഏറ്റെടുക്കുന്ന അടുത്ത തലമുറ, അവരെ സംബന്ധിച്ച് ഭാരിച്ച ഉത്തരവാദിത്തം തന്നെയാണ്. ഈ സമൂഹത്തെ നന്മയിൽ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തി ഈ നാടിനും രാജ്യത്തിനും സമൂഹത്തിനുമൊക്കെ ഗുണകരമാകുന്ന നല്ല മുസൽമാനും നല്ല ഇന്ത്യൻ പൗരന്മാരുമായി വളർത്തേണ്ട ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഈ നേതൃത്വം ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് അവരിൽ നിന്നുണ്ടാകുന്ന ഓരോ പ്രതികരണങ്ങളും വരാനിരിക്കുന്ന തലമുറയിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവർക്ക് ആത്മസംയമനമുണ്ടാകണം. നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം, ഇന്ന് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇന്ന് നമ്മൾ തീർത്തും അരക്ഷിതാവസ്ഥയിലാണ്. ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും, ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കുമുണ്ട്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിൽ നമ്മൾ സുരക്ഷിതരല്ലേ എന്നൊരു ചോദ്യം നമ്മുടെ മനസാക്ഷി നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനനുഗുണമാകുന്ന ഒട്ടനവധി സംഭവ വികാസങ്ങൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് നമ്മൾ നേടിയെടുത്ത നമ്മുടെ കാരണവന്മാർ ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്ത് നേടിയെടുത്ത ഒരു രാജ്യ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ഭരണഘടനയ്ക്ക് നമുക്ക് നൽകിയിട്ടുള്ള അവകാശങ്ങൾ, അതൊക്കെ ചോദ്യം ചെയ്യപ്പെടുകയും ലംഘിക്കപ്പെടുകയും ചെയ്യുന്ന വലിയൊരു പ്രതിസന്ധിയിൽ നമ്മൾ നിലനിൽക്കുകയാണ്. ഇവിടെ ശ്രീ MM അക്ബറിൻ്റെ കാര്യം മുൻ പ്രാസംഗന്മാർ സൂചിപ്പിക്കുകയുണ്ടായി. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ നയം എന്താണെന്ന് ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറി ഇവിടെ പറയുകയുണ്ടായി. RSS ചായുള്ള ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ MM അക്ബർ രാജ്യദ്രോഹിയാണെന്നൊരു കടലാസിൽ എഴുതിവിട്ടാൽ ആ MM അക്ബറിനെ രാജ്യദ്രോഹിയാണ് എന്ന് സീലടിക്കുന്ന ഗവൺമെൻ്റ് അല്ല ഈ സംസ്ഥാനം ഭരിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കാൻ ഓർമ്മിക്കുകയാണ്. പോലീസിനെ സംബന്ധിച്ച് ഒട്ടനവധി പ്രശ്നങ്ങൾ എക്കാലത്തും ഉണ്ടാകുന്നതാണ്. മുൻകാല ഗവൺമെൻറ്റുകളുടെ ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതൊരു രാഷ്ട്രീയ വേദിയല്ല. ഈ നല്ലൊരു വേദിയെ അലങ്കോലപ്പെടുത്താനും അലോസരപ്പെടുത്താനും ആഗ്രഹിക്കാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഏത് കാലഘട്ടത്തിലും ചില പോലീസ് ഓഫീസർമാർ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാറുണ്ട്, അതിൻ്റെ പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. ബഹുമാനപ്പെട്ട MP MI ഷാനവാസ് ഇവിടെ സൂചിപ്പിച്ചു, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായ യത്തീംഖാനയിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. ഇതൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്. ഇനിയും എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയില്ല. പക്ഷേ ഈ സമുദായത്തെയും മുസ്ലിം സമുദായത്തെയും ഒറ്റ തിരിഞ്ഞ് രാഷ്ട്രീയ ഭീകരവാദികളെന്നും ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവരെന്നും മുദ്രകുത്താൻ ശ്രമം നടത്തിയപ്പോൾ കേരളത്തിൻ്റെ അസംബ്ലിയിൽ, രണ്ടാമത് ചേർന്ന അസംബ്ലിയിൽ ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഒറ്റ തിരിഞ്ഞുള്ള പ്രവർത്തനത്തിൻ്റെ പേരിൽ ഒരു സമുദായത്തെ മുഴുവൻ വർഗീയവാദികളും രാഷ്ട്രവിരുദ്ധരുമായി പ്രഖ്യാപിക്കുന്ന നിലപാട് ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരിനില്ലെന്ന് പറഞ്ഞു. അത് ഈ രാജ്യം ഭരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കുള്ള മെസ്സേജായിരുന്നു. പക്ഷേ ആ മെസ്സേജിന് ഘടകവിരുദ്ധമായി, ആ സന്ദേശത്തിന് ഘടകവിരുദ്ധമായി നടക്കുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട്. ആ സംഭവങ്ങളെ വസ്തുനിഷ്ഠമായി അന്വേഷിക്കാനും അതിൽ വല്ല രാഷ്ട്രീയ ഗൂഢാലോചനകളുമുണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ നടപടിയെടുക്കാനും ത്രാണിയും താക്കീതും നൽകാനും അതിന് ത്രാണിയുള്ള ഒരു ഭരണാധികാരിയും ഭരണവും ഈ സംസ്ഥാനത്ത് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് നമ്മൾ സുരക്ഷിതരാണ് എന്ന് പരിപൂർണമായും വിശ്വസിക്കുന്നവനാണ് ഞാൻ. സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്ന ഒട്ടനവധി പ്രയാസങ്ങൾ, പ്രതിസന്ധികളുണ്ട്. ഇത് നമുക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയാത്തത്, സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തിലുള്ളത് എല്ലാം ഈ രാജ്യത്ത് നിലനിൽക്കുകയാണ്. നമ്മളെ സംബന്ധിച്ച്, ഇസ്ലാമിനെ സംബന്ധിച്ച്, മുസ്ലിങ്ങളെ സംബന്ധിച്ച് നമ്മൾ ശാന്തിയുടെ മതമാണ്, നമ്മുടെ സമാധാനത്തിൻ്റെ മതമാണ്, നമ്മുടെ സ്നേഹത്തിൻ്റെ മതമാണ്, നമ്മൾ സൗഹാർദ്ദത്തിൻ്റെ മതമാണ്.
നമ്മുടെ ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെ മതസൗഹാർദ്ദമാണ്. ഒരു അന്യ മതസ്ഥാപനങ്ങൾക്ക് നേരെ നെറ്റിച്ചുളിച്ച് നോക്കുന്നത് പോലും അനിസ്ലാമികമാണ് എന്ന് പഠിപ്പിച്ച മതം. സ്വന്തം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ മുസൽമാൻ അല്ല എന്ന് പഠിപ്പിച്ച മതം. അയൽവാസിയുടെ സ്വത്തും ജീവനും സംരക്ഷിക്കപ്പെടാത്തിടത്തോളം കാലം നീ മൂമിനാകില്ല എന്ന് പഠിപ്പിച്ച മതം. ആ മതമാണ് ഇസ്ലാം. ആ സന്ദേശമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നമുക്ക് എത്തിക്കാനുള്ളത്. അതുകൊണ്ട് ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈ യോജിപ്പ് ഈ നാടിനും നമ്മുടെ സമുദായത്തിനും ഈ മഹത്തായ ഇന്ത്യ രാജ്യത്തിനും തന്നെ വലിയ ഗുണങ്ങൾ ചെയ്യുന്ന ഒരു യോജിപ്പായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇതിനുവേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ഇതിൻ്റെ ആളുകളെയും ആത്മാർത്ഥമായി അഭിനന്ദിച്ചുകൊണ്ട് ഈ കൂടിച്ചേരൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ കബൂൽ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.